ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ പേജ് ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഹമദ് ഹോസ്പിറ്റലിൽ അവർ 1-2 ഓപ്പണിങ്സ് ഇട്ടിട്ടുണ്ട്. വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജസീന ഹ്യൂമൻ റിസോഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ വേക്കൻസി ക്വാളിറ്റി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി റിവ്യൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ. ക്വാളിറ്റി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി റിവ്യൂവർ. അപ്പോൾ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെന്ന് വെച്ചാൽ ബാച്ചിലർ ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫീൽഡാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി മതി ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫീൽഡിലും. അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ വേണം കേട്ടോ. CPHQ അല്ലെങ്കിൽ CPPS സർട്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ 1 വർഷം ക്വാളിറ്റി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റിയിലുള്ള എക്സ്പീരിയൻസ് വേണം. അപ്പം അതുപോലെ തന്നെ നല്ല കമ്പ്യൂട്ടർ സ്കില്ല്, നല്ല എക്സൽ സ്കില്ല്, പിന്നെ അതുപോലെ കുറച്ച് സ്കിൽസ് റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട് അതിന്. അപ്പോൾ എല്ലാവരും വായിച്ചു നോക്കുക. ജസീന ഹ്യൂമൻ റിസോഴ്സ് സൈറ്റിൽ അവർ ഇട്ടതാണ് കേട്ടോ. ക്വാളിറ്റി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി റിവ്യൂവർ, ഹമദ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അടുത്ത വേക്കൻസി കത്തീഡ്രൈസേഷൻ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു വേക്കൻസി ഇട്ടിട്ടുണ്ട്. കത്തീഡ്രൈസേഷൻ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണെന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഡിഗ്രി ഇൻ ഏതാണെന്ന് വെച്ചാൽ കാർഡിയോവാസ്കുലർ ടെക്നോളജിയിലോ അല്ലെങ്കിൽ കാർഡിയാക് ഇലക്ട്രോ ഫിസിയോളജിയിലോ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി പ്ലസ് അതിന്റെ സർട്ടിഫിക്കേഷൻ വേണം കേട്ടോ. ക്രെഡൻഷ്യൽസ് ഒക്കെ വേണം. അതായത് അതിന് നമ്മുടെ നാട്ടിലുള്ള ലൈസൻസിങ് പ്രൊസീജിയർ ഒക്കെ ഇല്ലേ, അതൊക്കെ കംപ്ലീറ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും വേണം കേട്ടോ. അപ്പോൾ കാർഡിയോവാസ്കുലർ ടെക്നോളജിയിലൊക്കെ ഡിഗ്രി പ്ലസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിൽ ചെക്ക് ചെയ്യുക. കത്തീഡ്രൈസേഷൻ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഹമദ് ഹോസ്പിറ്റലിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഹമദിലേക്കുള്ള വേക്കൻസി കേട്ടോ. അതുപോലെ തന്നെ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ അവർ ഒരു സൂപ്പർവൈസർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ ഒരു സൂപ്പർവൈസർ പോസ്റ്റ് ഓപ്പണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ റെസ്പിറേറ്ററി തെറാപ്പിയിൽ ഡിഗ്രിയും 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റ് ചെക്ക് ചെയ്യുക, വായിച്ചു നോക്കുക. റിക്വയർമെന്റ്സും സ്കിൽസും ഒക്കെ മാച്ച് ചെയ്യുന്നവർ സൂപ്പർവൈസറി പൊസിഷനാണ്. അപ്പോൾ സൂപ്പർവൈസറി എക്സ്പീരിയൻസ് ഒക്കെയുള്ള ആൾക്കാർ, സൂപ്പർവൈസറായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ റെസ്പിറേറ്ററി തെറാപ്പി സൂപ്പർവൈസറിന്റെ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അത് സിദ്ര ഹോസ്പിറ്റലിന്റെ വേക്കൻസിയാണ്. പിന്നെ പറയാനുള്ളത് 1-2 വേറെ വേക്കൻസീസും കണ്ടിട്ടുണ്ട്, നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഒന്നാമത്തത് ഫാർമസിസ്റ്റിന്റെ വേക്കൻസിയാണ്. മെയിൽ ഫാർമസിസ്റ്റിനാണ് കേട്ടോ. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെയിൽ ഫാർമസിസ്റ്റ് ആരെങ്കിലും QCHP ലൈസൻസ് ഒക്കെയുള്ള വിസ വിത്ത് NOC ഒക്കെയുള്ള ആരെങ്കിലും ഒക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാനതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വേക്കൻസി ഇട്ടിരിക്കുന്നതിന് ട്രൂത്ത് കെയർ ഫാർമസി റീറ്റെയിൽ ഫാർമസിയിലേക്കാണ്. കമ്മ്യൂണിറ്റി ഫാർമസിയിൽ ഓപ്പണിങ്സ് ആണ്. അവർ ചോദിച്ചിരിക്കുന്ന QCHP ലൈസൻസ് പ്ലസ് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഓപ്പണിങ്സ് ഉള്ളതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വാലിഡ് ഖത്തർ ID, ട്രാൻസ്ഫറബിൾ വിസയും വേണം കേട്ടോ. ഫാർമസിസ്റ്റ് മെയിൽ. അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ആയിട്ട് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ഓപ്പണിങ്സും കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് പബ്ലിഷ് ചെയ്ത് അതിട്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു മാൻപവർ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞൊരു മാൻപവർ ഏജൻസിയാണ് ഇട്ടിരിക്കുന്നത്. അത് ഓർഡറിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫാർമസി സ്റ്റോറിലേക്കുള്ള ഫാർമസിസ്റ്റിന്റെ വേക്കൻസിയാണ് ഓർഡറിംഗ് സ്പെഷ്യലിസ്റ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ QCHP ലൈസൻസ് ഒക്കെ എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇൻവെന്ററി കൺട്രോളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഫാർമസിസ്റ്റ് ആരെങ്കിലും ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ കോൺഫിഡൻഷ്യലിന്റെ സൈറ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. അത് ഞാൻ കണ്ടത് ഇൻഡീഡിൽ നിന്നാണ്. ഇൻഡീഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ വേക്കൻസി കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഫ്രഷേഴ്സിന് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു ഒരുപാട് പേര്. HR ഫ്രഷേഴ്സിന് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ 2 മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊരു ഓപ്പണിങ്സ് കണ്ടിട്ടുണ്ട്. വേക്കൻസി ഇട്ടിരിക്കുന്നത് കാൻഡിഡ് സോൺ ആണ്. HR ഫ്രഷേഴ്സിനാണ് കേട്ടോ. ഓപ്പണിംഗ് ഫോർ ഫ്രഷേഴ്സ്. ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് MBA വേണം. അതുപോലെ തന്നെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ് വാലിഡ് ഖത്തർ ID വിത്ത് NOC വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വാട്സപ്പ് നമ്പറും മെയിൽ ID ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
കാൻഡിഡേറ്റ് സോൺ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഒരു മെഡിക്കൽ റെക്കോർഡ് അസോസിയേറ്റിന്റെ ഒരു ഓപ്പണിങ്സ് കണ്ടിട്ടുണ്ട്. വേക്കൻസി ഇട്ടിരിക്കുന്നത് മെഡിക്കെയർ ആണ്. മെഡിക്കൽ റെക്കോർഡ് അസോസിയേറ്റിന്റെ ബേസിക് അത് റിക്വയർമെന്റ്സ് ഒരു മെഡിക്കൽ റെക്കോർഡ്സിലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അവരതിന്റെ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല എക്സ്പീരിയൻസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. മെയിൽ ഐ ഡി വേണ്ട ഒരു കമന്റ് ചെയ്യുക, ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു ബാർബറിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് അവര് ഓപ്പണിങ്സ് ഇട്ടിരിക്കുന്നത്. വേക്കൻസി ഇട്ടത് യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷൻ ആണ് കേട്ടോ. അവരുടെ സൈറ്റിലുണ്ട് ബാർബറിന്റെ വേക്കൻസി കേട്ടോ. അപ്പോൾ ആരെങ്കിലും ബാർബർ ആയിട്ടുള്ള ആൾക്കാർ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കുള്ള ഓപ്പണിങ്സ് ആണ്. വേക്കൻസി ഇട്ടിരിക്കുന്നത് യുണൈറ്റഡ് മാൻ പവർ സൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. അപ്പോൾ ജോലി നോക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക, അല്ലാത്തവർ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.